ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ ഒരു തെർമോക്കോൾ ബോളിൽ ഈ ഡോൾ വെച്ചിട്ടൊരു ഡോളിൻ്റെ ഡ്രസ്സ് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ, പാർട്ടി ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. ഈ ഡോളിൻ്റെ ഹെയറൊക്കെ ഒന്ന് കഴിഞ്ഞ് കുറച്ചൊന്ന് അലുകുലത്തായുണ്ട്. അതുപോലെ തന്നെ ഈ തെർമോക്കോൾ ബോളും. ആക്ച്വലി നമുക്ക് ഇതിന് കുറച്ചും കൂടെ വലിയൊരു തെർമോക്കോൾ ബോൾ വേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് കാശ് മുടക്കില്ലാതെ കിട്ടിയതാണല്ലോ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യണതെന്നൊന്ന് നോക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് സാറ്റിൻ റിബണാണ്. ആദ്യം നമുക്ക് ഈ തെർമോക്കോളിനെ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിന് നേരെ പകുതിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനതൊരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്ര ഭംഗിയായിട്ട് കിട്ടും എന്നറിയില്ല. ഞാനിവിടെ കുറച്ചൊന്നും ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. ആ ഒരു പാകത്തിന് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചൊന്ന് കത്തി ഹീറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയി കിട്ടുമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഹീറ്റ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ കയറിയൊക്കെ പോയിട്ട് എന്നാലും കുഴപ്പമില്ല, അതൊന്നും നമുക്ക് കാണില്ല. നമുക്കിതിങ്ങനെ ഇരിക്കാവുന്ന ഒരു രീതിയിലാണ് കിട്ടേണ്ടത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഈ തെർമോക്കോളിൻ്റെ ബോൾ കട്ട് ചെയ്തതിലേക്ക് നമുക്ക് നമ്മുടെ സാറ്റിൻ റിബണിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ സെൻറ്ററിലേക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ വരുന്ന രീതിയിൽ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്താണ് നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ലെങ്ത്ത് മതിയാവും ഇതിന്. നമുക്കിത് കവർ ചെയ്യാവുന്ന അത്രയും പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം. അപ്പം നമ്മളിത് ആ റിബൺസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ തെർമോക്കോളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ നമ്മൾ ആദ്യം സ്റ്റിക്ക് ചെയ്യുന്നത്, ഈ ഒരു പോർഷനിൽ നിന്നാണ്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. തെർമോക്കോള് ഗ്ലൂ ഗൺ വരുമ്പോൾ ഒന്ന് ഹീറ്റായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതൊന്ന് ഉരുകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഗ്ലൂ ഒന്ന് ഹീറ്റായിട്ട് വരണേ ഉള്ളൂ. ഗ്ലൂ വെച്ച ഭാഗത്ത് ഒരു പീസ് സാറ്റിൻ റിബൺ ഇങ്ങനെ ഒന്ന് ഒട്ടിക്കുക. തൊട്ടടുത്ത് തന്നെ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ ഓരോ പീസുകളും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വിടാം. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓരോ റിബണും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റിബൺ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒരു പേപ്പറിൻ്റെ ഒരു പീസ് റൗണ്ടിൽ ഇതിലിങ്ങനെ കൊള്ളാവുന്ന രീതിയിൽ ഈ റിബണിൻ്റെ തുമ്പൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു റൗണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ തെർമോക്കോളിലേക്ക് ഹീറ്റ് ചെല്ലുമ്പോൾ നല്ലോണം ഉരുകൂട്ടാം. അപ്പോൾ വൈഗം ഉപയോഗിച്ചാലും മതി. ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ട് സൂചി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതായാലും നമുക്കിതിങ്ങനെ ഇതാക്കി നിർത്താൻ പറ്റും. ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പുറ ഭാഗത്തേക്ക്, അതായത് നമ്മുടെ മുകൾ ഭാഗം, ബോളിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഈ റിബണുകൾ ഓരോന്നിനെയായിട്ടും ഈ സെൻറ്ററിൽ ഇതുപോലെ വരുന്ന രീതിയിൽ കവർ ചെയ്ത് വരണം. ഇതിൻ്റെ ഈ വൈറ്റ് കാണാത്ത രീതിയിൽ നമുക്കിങ്ങനെ എല്ലാം എടുത്ത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. വൈറ്റ് കാണാത്ത രീതിയിൽ വേണം കേട്ടോ സ്റ്റിക്ക് ചെയ്യാൻ. അപ്പോൾ റിബൺ അങ്ങനെ ഓരോന്നും വെച്ച് നോക്കിയിട്ട്
അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇതാ ഞാനിങ്ങനെ വെച്ച് വന്നപ്പോൾ തന്നെ ഇവിടെ വൈറ്റ് കാണണ്ട, അത് കാണാത്ത രീതിയിൽ നമുക്ക് ഇതിനിവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഗ്യാപ്പുകളൊന്നും ഇല്ലാണ്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ്, അത് റിബൺ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാറാവുന്ന ഗ്യാപ്പുകളാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഒന്ന് കുറച്ച് ഗ്ലൂ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചിട്ട് ഇതിൻ്റെ തുമ്പുകളൊക്കെ ഈ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യണം. അതിലേക്കാണ് നമ്മുടെ ഈ ഡോളിനെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കവർ ചെയ്ത് ഈ ഒരു പീസ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യാവുന്ന രീതിയിൽ, 1-2 പീസുകൾ കൊണ്ട് കവർ ചെയ്യാവുന്ന രീതിയിൽ വേണം നമുക്ക് മറ്റെല്ലാത്തിൻ്റെയും തുമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റണേറ്റ് മുൻപ് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ നോക്കാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്റ്റിക്ക് ചെയ്ത് വരുമ്പോൾ ഭംഗി കുറവാവാത്ത രീതിയിൽ. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്താൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലിരിക്കും. അപ്പോൾ അതാദ്യം നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്ത് കംപ്ലീറ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോളിനെ ഇതിലേക്ക് ഇറക്കി കൊടുക്കാൻ വേണ്ട. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ ഡോളിനും കൂടെ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിനെ ഈ സാറ്റിൻ റിബൺ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് ഈ ഒരു ലെയറും ഇവിടെ കൂടെ ഒന്ന് 2 ലെയറായിട്ട് സാറ്റിൻ റിബൺ ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊന്ന് ഒട്ടിച്ചിട്ട് കാണിക്കാം. നമ്മൾ ഡോളിനും ചെറിയ രീതിയിലൊരു ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കി വയ്ക്കുക. ഒറ്റ ഇത് പോവില്ല, കാരണം നമ്മൾ റിബൺസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണ കാരണം കൊണ്ട്, ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്തേക്കണത് കൊണ്ട് ഇവിടെ നല്ല കട്ടിയായിട്ടുണ്ടാവും, നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും മൂർച്ചയുള്ള ടൂൾ കൊണ്ട് ഹോൾ ഇട്ടതിന് ശേഷം ഇതിനതിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊന്ന് നല്ലോണം ഇറക്കി വയ്ക്കാം. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് ഫ്ലവറോ ലേസോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ സ്റ്റിക്ക് ചെയ്തതിൻ്റെ, ശരിക്കും അത് സ്റ്റിക്ക് ചെയ്തത് കാണാൻ പാടില്ല. അത് കുറച്ച് കട്ടിയാക്കിയപ്പോൾ നമ്മളത് ഒട്ടിച്ചത് എൻ്റെ മിസ്റ്റേക്സിൽ വന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് ഫ്ലവറൊക്കെ ഒന്ന് ഒട്ടിച്ച് ഭംഗിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലേസ് കൊടുക്കാനാണ്. ഈ ഫ്ലവർ ലേസ് ബ്ലാക്ക് ഓർ റെഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. റെഡ് തന്നെ വയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈ ബ്ലാക്ക് വെച്ചാൽ എടുപ്പുണ്ടാവുമെന്ന് തോന്നുന്നു. ബ്ലാക്ക് ലേസ് വെച്ച് നോക്കാം നമുക്ക്. അപ്പോൾ അതാ നമ്മുടെ ഡോള് ഇവിടെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഡോളിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ലേസ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഷെൽഫിൽ വെക്കുമ്പോൾ ഇത് അനങ്ങുന്നില്ല, അപ്പോൾ ഇടയ്ക്ക് പശ വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ റിബൺ മുകളിലും താഴെയും മാത്രമാണല്ലോ ഒട്ടിച്ചേക്കുന്നത്, അപ്പോൾ ഈ ഭാഗങ്ങൾ ഇങ്ങനെ ഇളകും. അവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലൂ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്കിതിനെ നേരെ ഷെൽഫിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡോൾ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.